പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതൊരു തുടക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ള ഭാഗങ്ങളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമേ താഴോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നോട്ടുകളും എല്ലാം ലഭ്യമാകാൻ വേണ്ടി താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൻ്റെ നമ്പറല്ല ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നോട്ടും മറ്റ് ഡീറ്റെയിൽസും PSC അപ്ഡേറ്റുകളൊക്കെ കിട്ടും. ഓക്കെ, ആദ്യമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ബന്ധം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഫെഡറൽ സ്വഭാവമുണ്ട്. ഫെഡറൽ സ്വഭാവം ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിയമനിർമ്മാണം, അതുപോലെ കാര്യനിർവഹണം, സാമ്പത്തിക സംവിധാനം, അതിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ എന്ന് മൂന്നായിട്ട് തരംതിരിക്കുന്നത്. ഇത് നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? 3 തരത്തിലാണ് അതിനെ ഒരു തരംതിരിവായിട്ട് 3ആയിട്ട് കണക്കാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ബന്ധങ്ങൾ, രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ബന്ധങ്ങൾ, മൂന്നാമത്തത് ഫിനാൻഷ്യൽ ബന്ധങ്ങൾ. ലെജിസ്ലേറ്റീവ് ബന്ധം എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണപരമായ ബന്ധങ്ങളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഭരണകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളാണ്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ. ഇതിലാദ്യം നമ്മൾ പഠിക്കുന്നത് ലെജിസ്ലേറ്റീവ് ബന്ധങ്ങളാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം 11 ഈ ഭാഗം 11 അനുച്ഛേദം 245 മുതൽ 255 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ 3 ടൈപ്പുകൾ പഠിച്ചു വെച്ചേക്കണം. അത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്, ഇതിൽ ഒന്നാമത്തെ മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്, ഏത് ഭാഗത്താണ് എന്നൊരു കാര്യം പഠിച്ചിരിക്കണം. കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തിയെക്കുറിച്ചാണ് അതിലാദ്യം നമ്മൾ പഠിക്കുന്നത്. അതായത് ഈ നിയമനിർമ്മാണത്തിന് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെയാണ് ആ ഒരു പ്രാവീണ്യമുള്ളത് എന്നൊരു കാര്യം. ഒന്നാമത്തെ പോയിൻ്റ് തന്നെ നോക്കുക. പാർലമെൻറ്റിന് ഇന്ത്യയിലെ ഏത് പ്രദേശത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ വേണമെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തോ ഏതെങ്കിലും കൊച്ചു ജില്ലകളിലോ വില്ലേജിലോ എവിടെ വേണോ, ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പിന്നെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും വരും അല്ലേ. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാഗത്തോ, ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് മൊത്തം അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിയമം നിർമ്മിക്കാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരം ഉണ്ട്. ഇനി അത് കൂടാതെ തക്കതായ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ തമിഴ്നാടും ഇത് ബാധകമാവും. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രം, തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രം സംസ്ഥാനത്തിൻ്റെ പുറത്തും ഈ നിയമങ്ങൾ ബാധകമാകും. ഇനി എന്താണ് എക്സ്ട്രാ ടെറിറ്റോറിയൽ ലെജിസ്ലേഷൻ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ അതാണ് ഈ അടുത്ത പോയിൻ്റ് കൊടുത്തേക്കുന്നത്. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ സ്വത്തിനും ബാധകമായിരിക്കും. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ എവിടെ ആയാലും ഉള്ള പൗരന്മാർക്ക് ബാധകമാവും. ഇന്ത്യയിലെ പുറത്തുള്ള പൗരന്മാരായാലും ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ ബാധകം ആണ്. എന്നാൽ പാർലമെൻറ്റിൻ്റെ ഈ നിയമങ്ങളൊന്നും ബാധകമാകാത്ത കുറച്ച് മേഖലകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ആൻഡമാൻ നിക്കോബാറിന് ബാധകമല്ല. അതുപോലെ ലക്ഷദ്വീപിന് ബാധകമല്ല. പിന്നെ ദാദ്ര നാഗർ ഹവേലിക്ക് ബാധകമല്ല. അതുപോലെ ദാമൻ ആൻഡ് ദിയു, ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയു ഒറ്റ ഐലൻഡാണ് അല്ലേ. ദാമൻ ആൻഡ് ദിയുവിനും ബാധകമല്ല. അതുപോലെ ഒന്നും കൂടെ ഉണ്ട്, ലഡാക്കിനും ബാധകമല്ല. ലഡാക്ക്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. അപ്പോൾ ഇതിൻ്റെ ഈ പ്രദേശങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും ഭരണനിർവഹണത്തിനും വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന ആർക്കാണ്? അധികാരം രാഷ്ട്രപതിക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി പാർലമെൻറ്റിൻ്റെ ഒരു നിയമം സംസ്ഥാനത്തെ പ്രത്യേക പട്ടികയിൽപ്പെട്ട മേഖലകളിൽ ബാധകമാകാത്ത സാഹചര്യത്തിൽ അവയ്ക്ക് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ഗവർണർക്കാണ് അധികാരം. ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെൻറ്റിൻ്റെ ഒരു നിയമം സംസ്ഥാനത്തെ പ്രത്യേക പട്ടികയിൽപ്പെട്ട മേഖലകളിൽ ബാധകമാകാത്ത സാഹചര്യത്തിൽ
ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഏരിയകളിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ നിയമങ്ങൾ സംസ്ഥാനത്ത് ചില ഏരിയകളിൽ ഉള്ള ചില മേഖലകൾക്ക് ബാധകമല്ല, ചില ഗോത്രവർഗം അങ്ങനെയുള്ളവർക്ക് ബാധകമല്ല. അപ്പോൾ അവർക്ക് വേണ്ട പരിഷ്കരണങ്ങൾ നൽകാൻ വേണ്ടി അധികാരം കൊടുത്തേക്കുന്നത് ഗവർണർക്കാണ്. അതിനൊരു എക്സാമ്പിളാണ് ആസാമിലെ ഗവർണർ. ആസാമിലെ ഗവർണറിൻ്റെ പ്രത്യേകത എന്താണ്? ആസാമിലെ ആദിവാസി മേഖലകൾക്ക് ബാധകം അല്ല പാർലമെൻറ്റിൻ്റെ ഒരു നിയമം എന്ന് നിർദ്ദേശിക്കാൻ അധികാരമുള്ളത് ആസാമിൻ്റെ ഗവർണർക്കാണ്. ഓക്കെ, അത് എല്ലായിടത്തും ഇല്ല, പറഞ്ഞിരിക്കുന്നത് അതിലൊരു എക്സാമ്പിളാണ് ആസാം ഗവർണർ. എന്നാൽ മേഘാലയ, ത്രിപുര, മിസോറാം, MTM ഇവിടെയുള്ള ഗോത്രവർഗ മേഖലകൾക്ക് എന്തെങ്കിലും പരിഷ്കരണം വരുത്തണമെങ്കിൽ അതിനുള്ള അധികാരം നൽകിയിരിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ആസാമിൽ ഇവിടെ ഗവർണർക്കാണ്. എന്നാൽ മേഘാലയ, ത്രിപുര, മിസോറാമിലൊക്കെ അധികാരം നൽകിയിരിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇവിടെ ഗവർണർക്ക് ആ ഒരു നിയമം അവിടെയുള്ള ആദിവാസി മേഖലയ്ക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരമാണ് ഗവർണർക്ക് ഉള്ളത്. നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് പറയുന്നത് അധികാര വിഭജനത്തിൻ്റെ കുറിച്ച് പറയുന്നത് ചോദിച്ചതാണ്. 7ാമത്തെ പട്ടികയിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 246 പറയുന്ന ലിസ്റ്റുകളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 3 തരത്തിലുള്ള ലിസ്റ്റുണ്ട്. ലിസ്റ്റ് 1, 2, 3. ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റ്, അതായത് യൂണിയൻ ലിസ്റ്റ്. രണ്ടാമത്തെ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്. മൂന്നാമത്തെ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ ആർക്കാണ് അധികാരം? പാർലമെൻറ്റിനാണ് അധികാരം ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിൽ ഈ പറയുന്ന നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ഈക്വലായിട്ടുള്ള അധികാരമാണ് പാർലമെൻറ്റിനും സ്റ്റേറ്റിനും ഉള്ളത്. യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ 100 വിഷയങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് 100 വിഷയങ്ങളുണ്ട്. പക്ഷേ തുടക്കത്തിൽ 97 ആയിരുന്നു. അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ 61, തുടക്കകാലത്ത് 66. കൺകറൻറ്റ് ലിസ്റ്റിൽ നിലവിൽ 52, തുടക്കത്തിൽ 47. അവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭേദഗതിയുണ്ട്. അത് 1976 42ാമത്തെ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ 42ാമത്തെ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 1976 42ാമത്തെ ഭേദഗതിയിൽ നമ്മൾ ലിസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 5 കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? 1 വിദ്യാഭ്യാസം, മറ്റൊന്ന് വനം, പിന്നെ അളവ് തൂക്കം, നീതിന്യായ ഭരണം, വനമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇത്രയും കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. 1 എഡ്യൂക്കേഷൻ, പിന്നെ ഫോറസ്റ്റ്, മെഷർമെൻ്റ് അല്ലേ, അളവ് തൂക്കം, നീതിന്യായ ഭരണം, അതുപോലെ വനമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. അപ്പോൾ ഈ നീതിന്യായ ഭരണം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൺകറൻറ്റ് ലിസ്റ്റിൽ വരില്ല. ഇനി എന്താണ് എൻട്രി 20A? ഇത് ഇപ്പോൾ അടുത്തിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എൻട്രി 20A വഴിയാണ്. എൻട്രി 20A എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1976 42ാമത്തെ ഭേദഗതിയിൽ എൻട്രി 20A പ്രകാരമാണ് ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം. ഈ നിയന്ത്രണം അതുപോലെ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞ് പേരുകളിൽ വരികയാണെങ്കിൽ അതെല്ലാം കൺകറൻറ്റ് ലിസ്റ്റിലായിരിക്കണം. അത് ഇപ്പോഴേ പഠിച്ചോണം. അതൊരു ക്ലൂ ആണ് കേട്ടോ, ഒരു ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്ലൂ ആണ്. ഓക്കെ, നമ്മുടെ ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ നമ്മുടെ ലിസ്റ്റ് 2ഉം 3ഉം ഈ 2 ലിസ്റ്റിലും അധികാരം ഉണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റിൽ ഈ 2 ലിസ്റ്റിലും വേണമെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ അധികാരം ആർക്കാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ ലിസ്റ്റ് 1നാണ് ഏറ്റവും കൂടുതൽ അധികാരം, അത് കഴിഞ്ഞാൽ ലിസ്റ്റ് 3നാണ്, പിന്നെ 2നാണ് അധികാരം വരുന്നത്. അവശിഷ്ട അധികാരം എന്ന് പറഞ്ഞാൽ ഈ 3 ലിസ്റ്റുകളുണ്ടല്ലോ നമ്മൾ പറഞ്ഞ, അതിലൊന്നും പെടാത്തതാണ് ഈ അവശിഷ്ട അധികാരത്തിൽ വരുന്നത്. അത് ആർട്ടിക്കിൾ 248 പറയുന്നത്. ലിസ്റ്റിനെ കുറിച്ച് 246 പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സൈബർ നിയമം. കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിലൊരു തർക്കം വന്നു കഴിഞ്ഞാൽ മുൻഗണന ലഭിക്കുന്ന ആർക്കാണ്? മുൻഗണന എപ്പോഴും കേന്ദ്ര നിയമത്തിനായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഒരു നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് നീക്കി വച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാന നിയമം നിലനിൽക്കും. അപ്പോൾ രാഷ്ട്രപതി അവിടെ ഇടപെട്ട് സംസ്ഥാനത്തിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് നിൽക്കൂ? സംസ്ഥാന നിയമമേ നിലനിൽക്കൂ.
എന്നാൽ ആ വിഷയത്തിൽ പിന്നീടൊരു മാറ്റം ഉണ്ടായിക്കൊണ്ട് നിലവിലെ നിയമം അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെൻറ്റിന് അധികാരവുമുണ്ട്. അപ്പോൾ പാർലമെൻറ്റും സ്റ്റേറ്റും തമ്മിലൊരു തർക്കം വന്നാൽ സാധാരണ പാർലമെൻറ്റ് നിയമമായിരിക്കും നിലനിൽക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റ് നിയമത്തിന് പ്രസിഡൻറ്റ് അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ അത് നിലനിൽക്കും. പിന്നെ പാർലമെൻറ്റ് രണ്ടാമതൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇനി ആർട്ടിക്കിൾ ഉപവകുപ്പ് 1 എന്താണ്? നമ്മുടെ ഓരോ സംസ്ഥാനത്തും കാര്യനിർവഹണ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലാകാൻ പാടില്ല. അത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു മുൻവിധിയോടെ അതിനെ മൈൻഡ് ചെയ്യാതെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഇമ്പോർട്ടൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ അധികാരികൾക്ക് കൊടുക്കണം. അവർ പറയുന്ന പോലെ വേണം ചെയ്യേണ്ടത്. അതിനെ ഓവർകം ചെയ്യാൻ പാടില്ല. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ അത്യാവശ്യം എല്ലാം പഠിക്കാൻ എളുപ്പമാണ്. കാര്യം കേന്ദ്ര വകുപ്പുകൾ ആലോചിച്ചാൽ പ്രതിരോധം കേന്ദ്രമാണ്, വിദേശകാര്യം കേന്ദ്രം, റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ കേന്ദ്രത്തിൻ്റെയാണ്, തപാൽ ടെലിഫോണൊക്കെ അവിടുത്തെയാണ്, പോസ്റ്റ് ഓഫീസ് ഇന്ത്യ കേന്ദ്രത്തിൻ്റെയാണ്, സേവിങ്സ് ബാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കാൻ പറ്റും. ലോട്ടറി ഇത് തെറ്റിപ്പോവും, കേരള ലോട്ടറി ഉണ്ട്, മാറിപ്പോല് കേന്ദ്രത്തിൻ്റെയാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റ് വരുന്നതാണ്. സെൻസസ് കേന്ദ്രമാണ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, ടാക്സ് എല്ലാം വരുന്ന അത്യാവശ്യം ഇൻകം ടാക്സ് എല്ലാം കേന്ദ്രത്തിൻ്റെ തന്നെ. പൗരത്വം കേന്ദ്രം, ഉന്നത വിദ്യാഭ്യാസം അതേപോലെ ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഇതെല്ലാം കേന്ദ്രം വരും. യുദ്ധവും സമാധാനവും വാറൊക്കെ വരുന്നത് അത് തന്നെ കേന്ദ്രം തന്നെ. ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, റിസർവ് ബാങ്ക്, ഐക്യരാഷ്ട്ര സംഘടന, വിദേശ വായ്പ, മേജർ പോർട്സ്, ഇത്രയും കേന്ദ്രം തന്നെ, അതായത് യൂണിയൻ ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാം. പോലീസ് പഠിക്കുമ്പോൾ തന്നെ അറിയാം, കേരള പോലീസ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെയാണ്. അതേപോലെ ക്രമസമാധാനം പോലീസിൻ്റെയാണ്. ജയിൽ, കേരളത്തിലെ ജയിലുകൾ, തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തുകളെ പഠിക്കാൻ പറ്റും. പൊതുജനാരോഗ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി, പന്തയം, ആദായ നികുതി, പന്തയമൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ. പന്തയം, അതേപോലെ ലോട്ടറി യൂണിയൻ ലിസ്റ്റാണ്. ആദായ നികുതി വരുമ്പോഴത്തേക്ക് ഏതാണ്? യൂണിയൻ ലിസ്റ്റാണ്. കാർഷിക ആദായ നികുതി വരികയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഭൂനികുതി, കെട്ടിട നികുതിയൊക്കെ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ അല്ലേ നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും സ്റ്റേറ്റിൻ്റെ ആണെന്ന്. ഫിഷറീസ് നമ്മുടെ ഇവിടുത്തെ വകുപ്പ് തന്നെ. ടോള് മാറിപ്പോവില്ല, ടോളെന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെയാണ് കേട്ടോ. ഗ്യാസ് വർക്കൊക്കെ സ്റ്റേറ്റാണ്, മാറിപ്പോകരുത്. വിപണികളും വിപണി മേളകളും ഒക്കെ നമ്മൾ സ്റ്റേറ്റിൽ വരുന്നതാണ്. ലോഡ്ജിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സത്ര സൂക്ഷിപ്പിക്കാറ്, അതാണ് ലോഡ്ജ്. ചരക്കുകളുടെ ഉൽപ്പാദനം, വിതരണം അതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് തന്നെ. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൽ ആദ്യം പറഞ്ഞ 42 ഭേദഗതി മാറ്റിയ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട്. അളവ് തൂക്കം അതിൽ ജസ്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടില്ല. ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, എൻട്രി 20A നമ്മൾ പഠിച്ചതാണ്. വില നിയന്ത്രണം ഞാൻ പറഞ്ഞു, നിയന്ത്രണം വന്നാൽ അത് ഏതേ വരത്തുള്ളൂ, നമ്മുടെ കൺകറൻറ്റേ വരത്തുള്ളൂ അല്ലേ. അതേപോലെ നീതിന്യായ ഭരണം ഇവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഹൈക്കോടതി, സുപ്രീം കോടതി ഒഴികെയാണ് വരുന്നത്. പിന്നെ സാമ്പത്തിക ആസൂത്രണം, സാമൂഹിക ആസൂത്രണം വന്നാൽ എവിടെ വരൂ? കൺകറൻറ്റ് ലിസ്റ്റ് വരും. വിവാഹമോചനവും വിവാഹവും കൺകറൻറ്റ് ലിസ്റ്റ് ചെയ്ത് പഠിച്ചോണം. ക്രിമിനൽ നിയമങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റാണ്. ഫാക്ടറികൾ കൺകറൻറ്റ് ലിസ്റ്റാണ്. ബോയിലറുകൾ, ഫാക്ടറി പഠിച്ചാൽ ബോയിലറും കിട്ടും. ട്രസ്റ്റും ട്രസ്റ്റികളൊക്കെ ഏത്? കൺകറൻറ്റ് ലിസ്റ്റാണ് കേട്ടോ. ട്രേഡ് യൂണിയനുകളും കൺകറൻറ്റ് ലിസ്റ്റാണ്. പക്ഷേ സത്രം വരുന്നത് എവിടെയാണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനും പാർലമെൻറ്റിനും ഒരേ അധികാരമാണുള്ളത്. വർത്തമാന പത്രങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ ഇതെല്ലാം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ. മൈനർ പോർട്സ് കൺകറൻറ്റ് ലിസ്റ്റിൽ, മേജർ പോർട്സ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. സംസ്ഥാന മേഖലയിലെ പാർലമെൻ്ററി നിയമനിർമ്മാണത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജ്യസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ആ പ്രമേയപ്രകാരം എന്ത് ചെയ്യാം? സംസ്ഥാനത്ത് പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ അധികാരം നൽകുന്നു. അതെന്താണ്? സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമം നടത്തേണ്ടത് ദേശീയ താല്പര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർലമെൻറ്റിന് ആവശ്യത്തിന് മേൽ നിയമം നിർമ്മിക്കാൻ പറ്റും. ഈ ആർട്ടിക്കിളാണ് 249. അപ്പോൾ 249 പഠിക്കുക, നിങ്ങൾ എവിടെയും പഠിക്കില്ല, ഇവിടെ തന്നെ പഠിച്ചോണം. ആർട്ടിക്കിൾ 249 എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താല്പര്യത്തിന് ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചാൽ, രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ പറ്റും. അതിനുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 249 ഇനി ഇതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ഇത്തരം ഒരു പ്രമേയം പാസ്സാക്കാൻ മിനിമം രാജ്യസഭയിൽ സന്നിഹിതരായിട്ടുള്ള 2/3 ഭൂരിപക്ഷം വേണം. 2 പേര് അതിനെ എന്ത് ചെയ്യണം? പാസ്സാക്കാൻ വേണ്ടി പിന്തുണയ്ക്കണം. അതുപോലെ 1 വർഷത്തേക്കായിരിക്കും ഈ പ്രാബല്യത്തിൽ ഈ പ്രമേയം, അതിൻ്റെ കാലാവധി വരുന്നത് 1 വർഷത്തേക്കായിരിക്കും.
ഇനി അടുത്ത ഒരു ഘട്ടം, ദേശീയ അടിയന്തരാവസ്ഥ സമയത്താണെങ്കിൽ പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പറ്റും. അതെപ്പോഴാണ്? അത് ആർട്ടിക്കിൾ 250 പറയുന്നത്. അടിയന്തരാവസ്ഥ അവസാനിച്ച് 6 മാസം കഴിയുമ്പം അതിൻ്റെ കാലാവധി തീരും. മറ്റേതാണെങ്കിൽ 1 വർഷം, നേരത്തെ പ്രമേയത്തിൻ്റെ കേസ്. ഇനി ഇതേ വിഷയത്തിൽ സംസ്ഥാന നിയമസഭയ്ക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ നിയമമായിരിക്കും നിലനിൽക്കുന്നത്. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട, അതിൽ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ മേലുള്ള വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റും. അത് 252 ആർട്ടിക്കിൾ വരുന്നത്. അത് ഈ നിയമങ്ങൾ ബാധകമാവുന്നത് ആരൊക്കെയാണോ, ഏതൊക്കെ സംസ്ഥാനമാണോ ഉന്നയിച്ചത് ആ സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും. അന്താരാഷ്ട്ര ഉടമ്പടികൾ നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അതിന് രാഷ്ട്രപതിക്ക് നടപ്പിലാക്കാൻ പറ്റും. രാഷ്ട്രപതിക്കെന്നല്ല, പാർലമെൻറ്റിന് നടപ്പിലാക്കാൻ പറ്റും. അത് ആർട്ടിക്കിൾ 253 അന്താരാഷ്ട്ര ഉടമ്പടി സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. ഇനി രാഷ്ട്രപതിയുടെ ഭരണകാലം വരെയാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ലിസ്റ്റിൽ ഏത് കാര്യവും നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നുണ്ട്. രാഷ്ട്രപതി ഭരണം കഴിഞ്ഞാൽ വീണ്ടും ആ അധികാരം തുടരും. പക്ഷേ നിയമസഭയ്ക്ക് അത് അസാധുവാക്കാനോ പിന്നെ മാറ്റം വരുത്താനോ അതുപോലെ ഭേദഗതി ചെയ്യാനോ പറ്റും. സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 200 201 പറയുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ആർട്ടിക്കിൾ നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർക്ക് സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗവർണർ എന്തെങ്കിലും സ്റ്റേറ്റ് പാസ്സാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 200 201 സംസ്ഥാന ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ബില്ലുകളെ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 304. അപ്പോൾ 200 201 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ബില്ലുകൾ ആരുടെ പരിഗണനയ്ക്ക് ഗവർണർക്ക് അയക്കാൻ പറ്റും? രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി അയക്കാൻ പറ്റും. പിന്നെ രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചില വിഷയങ്ങളിൽ ബില്ലുകൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് 304 ആർട്ടിക്കിളിലാണ്. അതിൻ്റെ എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ബില്ലുകൾ വന്ന രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത, സാമ്പത്തിക അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ മണി ബില്ലുകളും അതുപോലെ മറ്റ് സാമ്പത്തിക ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഭരണപരമായ അധികാര വിഭജനത്തെക്കുറിച്ചാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവാതെ വരികയോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വാല്യുബിൾ കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.